വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി ഫോൺ ചെയ്ത് നിർത്തിയ ശേഷം അവിടെ നിൽക്കുമ്പോൾ അരുണ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ശാലിനിയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഞാൻ ചെന്നാലേ ക്ലിയർ ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി തൻ്റെ കയ്യിലിരിക്കുന്ന മാലയാണെങ്കിൽ ആ ബോക്സ് ആണെങ്കിൽ അരുണയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് നീ തന്നെ മോളെ അണിയിച്ചാൽ മതി, പുതിയ ഉടുപ്പ് മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നീട് മോളെ വന്ന് കണ്ടോളാം, അടുത്തല്ലേ ഇപ്പോൾ ആണെങ്കിലും വരാമല്ലോ എന്ന് പറയുക. എന്നിട്ട് നീ ഇത്രയിടം വരെ വന്നിട്ട് എന്നിങ്ങനെ അരുണ ചോദിക്കുമ്പോൾ അത് സാരമില്ല, എനിക്ക് അത്യാവശ്യമാണ്, പിന്നെ വന്ന് കാണാമെന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനിയുടെ ഫോൺ അടിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നീട് പോയിട്ട് വരാമെന്ന് അരുണയുടെ കൈ പിടിച്ചിങ്ങനെ പറഞ്ഞിട്ട് രാമേട്ട വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോവുകയാണ്. അരുണ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശാലികയുടെ കുഞ്ഞിനെ ഇവിടെ ശാലിനിയാണെങ്കിൽ കാണുന്നില്ല. ഇതേ സമയം അവിടെ ശിവനെ ആണെങ്കിൽ റസാക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ മയത്തിലൊക്കെയാണ് റസാക്ക് ദേഷ്യത്തോടൊന്നുമില്ല സംസാരിക്കുന്നത്. ശിവ അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയം അവിടെ ശാരിക പണിക്ക് നിൽക്കുന്ന ഗാർഗീസ് കിച്ചണിൽ ശാരിക മാത്രമേ ഉള്ളൂ. അന്നേരം ഒരു ബൈക്കിൽ ഒരു പയ്യനാണെങ്കിൽ എത്തുന്നുണ്ട്. അത് ആ ഗാർഗിയുടെ പിന്നെ മകനാണ് വരുന്നത്. എന്നിട്ട് ക്യാഷ് കൗണ്ടറിൽ നിന്ന് മേശയിൽ നിന്ന് പൈസ എടുക്കുകയാണ്. അന്നേരം ശാരിക ഓടി ചെല്ലുന്നുണ്ട്, എടുക്കരുതെന്ന് പറയുകയാണ്. അന്നേരം അത് പറയാൻ നീ ആരാ എന്തോന്നൊക്കെ ചോദിച്ച് ഈ പയ്യൻ ചൂടാവുന്നുണ്ട്. അന്നേരം ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഗാർഗിൻ്റെ ഇവിടെ ഇല്ല, അതുകൊണ്ട് പൈസ എടുക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് എന്ത് പോയാലും ഞാനാണ് ഉത്തരവാദിത്വം പറയേണ്ടത്, ഇത് എൻ്റെ അമ്മയുടെ കാശാണ്, അപ്പോൾ പിന്നെ എനിക്കൂടി അവകാശപ്പെട്ടാണ്, ഞാൻ എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും എടുക്കാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശാരിക അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. അന്നേരം ഈ പയ്യനാണെങ്കിൽ അപ്പോൾ എന്നെ നേരെ കൈ ഭരിക്കാറായോ എന്നും പറഞ്ഞ് ശാരികയെ പിടിച്ച് വെളിയിലേക്ക് അങ്ങ് തള്ളുകയാണ്. അന്നേരം എൻ്റെ അമ്മ പോലും എൻ്റെ നേർക്ക് ഇങ്ങനെ വന്നിട്ടില്ല, പിന്നല്ലേ നീ എന്നും പറഞ്ഞ് ശാരിക ഒരുപാട് വഴക്കുറയും. ശാരിക തറയിലേക്ക് വീഴുന്നുണ്ട്. അന്നേരം കയ്യിലേക്ക് ഇങ്ങനെ കല്ലും മണ്ണൊക്കെ പറ്റുകയാണ്. അന്നേരം ശാരിക പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ഗാർഗി ആണെങ്കിൽ എവിടെ പോയിട്ട് ഓട്ടോയിൽ വരുന്നത്. അന്നേരം മോളെ എന്നും പറഞ്ഞ് ശാരിക ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ നിന്ന് പൈസ എടുക്കാനായിട്ട് വന്നു, ഞാൻ സമ്മതിച്ചില്ല, അതിനാണെന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഗാർഗി പറയുന്നുണ്ട്, നീ എൻ്റെ നേരെ ചാടുന്നത് പോലെ ഇതൊരു അന്യ പെണ്ണാണ്, ഇവള് പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ നീ അകത്താണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഈ പയ്യൻ മകനാണെങ്കിൽ വീണ്ടും ചൂടാവുകയാണ്. പിന്നെ അവരുടെ അമ്മാവന്മാരല്ലേ പോലീസുകാർ വന്ന് ചെന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ട് കേസ് എടുക്കാനായിട്ട്, എന്നെ ആരും ഭരിക്കാനായിട്ട് വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ ഇവിടെ നിൽക്കേണ്ട, നീ ഇറങ്ങിയപ്പോൾ ഇതെൻ്റെ കടയാണ്, എൻ്റെ മാത്രം കടയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ മോൻ പറയുന്നുണ്ട്, ഇവൾ ഇനിയുടെ വാഴിക്കത്തില്ല, ഇവിടെ നീ ഞാൻ പുറത്താക്കും എന്നൊക്കെ പറയുമ്പോഴാണ് എൻ്റെ കടയാണ്, നീ ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതി എന്നും പറഞ്ഞു വഴക്കൊക്കെ പറഞ്ഞിട്ട് ശാരിക നേരെ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് ബൈക്കിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പിന്നെ ഈ ഗാർഗി പറയുന്നുണ്ട്, പിന്നെ ഇത് സാത്താൻ്റെ ജന്മമാണ്, അവനോട് പിന്നെ തർക്കിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയാം. അന്നേരം പൈസയൊക്കെ കൊണ്ടുപോയി പോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മോള് വാ, ഇതിൽ വല്ല പെൺമക്കളും ആയിരുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നേണേ എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ശാരികയും വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ അത് ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവൻ ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു, പിന്നെ മോളുടെ മുഖം എന്താ വാടിയിരിക്കുന്നതെന്ന് ഈ ഗാർഗി ചോദിക്കുമ്പോൾ ആൻറ്റി പറഞ്ഞില്ലേ ഈ ആൺകുട്ടിയുടെ സ്ഥാനത്ത് പെൺകുട്ടിയായിരുന്നു അടങ്ങി നിൽക്കുമെന്ന്, ഒരു നിമിഷം ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ മകളെക്കുറിച്ച് ആലോചിച്ചു, ശാരദ എന്തു എന്ന് പേരിടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ എൻ്റെ അടുത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മോളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും, ഒരു നാൾ കുട്ടിയെ തിരികെ കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ശാരികയെ ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം റസാഖിനെ ആ സ്റ്റേഷനിലേക്ക് ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം ശിവൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചുമച്ച് വെള്ളം ഉണ്ടാക്കുകയാണ്, വന്നു എന്ന് അറിയിക്കാനാണ്. അന്നേരം റസാഖ് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം റസാഖ് ഇങ്ങനെ നോക്കിയിട്ട് പറയാം, അപ്പോൾ കാക്കിയിട്ട പോലീസുകാർ വിളിച്ചാലും നീ വരും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൊല്ലാനാണോ വളർത്താനാണോ എന്നുള്ളത് അറിയില്ലല്ലോ, രണ്ടായാലും എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. റസാഖ് അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്ന് മേശപ്പുറത്തേക്ക് ഇരിക്കുകയാണ് ശിവൻ്റെ അടുത്തിട്ട്. എന്നിട്ട് പറയുകയാണ്, ഇതാണ് നീ പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ, മുന്നും നോക്കാതെ ഓരോന്നും അങ്ങോട്ട് എടുത്ത് ചാടി പ്രവർത്തിക്കുമോ. അന്നേരം അങ്ങനെ ചാടിയത് കൊണ്ട് ഞാൻ കുറേ പേരുടെ ജീവനൊക്കെ രക്ഷിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ടോ എന്തോ എന്നിങ്ങനെ റസാഖിൻ്റെ കാര്യമാണ് ശിവൻ പറയുന്നത്. അന്നേരം റസാഖ് വിഷയമായത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഓർമ്മയുള്ളത് കൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടത്തേക്ക് വിളിപ്പിച്ചത്, സംഭവം പ്രോട്ടോക്കോളിനെതിരാണ്, എന്നാലും നിന്നെ വിശ്വസിച്ചാണ് ആ കാര്യം നീയുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മനസ്സിലായില്ല, എന്തോ സീരിയസ് ആണെന്നുള്ള ശിവന് മനസ്സിലാകുന്നുണ്ട്. അന്നേരം മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ നിന്നെ ഒരാളെ കാണിക്കാം, നിനക്ക് വല്ല പരിചയമുണ്ടോ നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് സെല്ലിൽ നോക്കി ഡാ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ഈ ചാച്ചപ്പനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇവന് കുറേ അടിപിടി കേസൊക്കെ ഉള്ളതാണ്, ഇവനെ നമ്പാനായിട്ട് പറ്റില്ല, എന്നാലും പറയാമെന്ന് പറഞ്ഞിട്ട് റസാഖ് പറയുന്നുണ്ട്, പ്രകാശിനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് ഇവനാണെന്ന് പറയുന്നു, അതിന് കൊട്ടേഷൻ കൊടുത്തത് മാണിക്കോത്ത് മഹേന്ദ്രനും എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, സത്യമാണോ. അന്നേരം മുമ്പേ നിൽക്കുകയല്ലേ, പോയി ചോദിക്കുക എന്നിങ്ങനെ ശിവനോട് പറയുമ്പോൾ ശിവൻ നേരെ സെല്ലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കമ്പി കൂടി ഇങ്ങനെ ആ ചാച്ചപ്പൻ്റെ കഴുത്തിൻ്റെ ഷർട്ടിൻ്റെ കോളാന്ന് ഇങ്ങനെ ഒത്തിപ്പിടിക്കുകയാണ്. ഞാൻ കേട്ടത് ശരിയാണോ? അന്നേരം അതെ ശരിയാണ്,
പറയുകയാണ്, മഹേന്ദ്ര സാർ പറഞ്ഞിട്ടാണ് ഞാൻ പ്രകാശിനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പറയുകയാണ്. അന്നേരം ശിവനിങ്ങനെ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം എന്തിനാണ് എന്നുകൂടി ചോദിക്കുക എന്നിങ്ങനെ റസാഖ് പറയുന്നുണ്ട്. അന്നേരം എന്തിനാണെന്നിങ്ങനെ ശിവൻ വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ഞാനിത് എവിടെ വേണമെങ്കിലും പറയാൻ റെഡിയാണ്. മഹേന്ദ്ര സാർ തീരുമാനിച്ചുറപ്പിച്ച കല്യാണം നടക്കാൻ ദേഷ്യത്തിലാണ്. ഒന്നുകിൽ ചന്ദ്ര അല്ലെങ്കിൽ പ്രകാശൻ ആരെങ്കിലുമാണ് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പ്രകാശിനെയാണ് കിട്ടിയത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് മഹേന്ദ്ര സാറിൻ്റെ മുൻപിൽ വെച്ച് വേണമെങ്കിലും ഞാൻ പറയാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ശിവനൊക്കെ ആകപ്പാടെ അങ്ങോട്ട് കലിതുള്ളുകയാണ്. ഷർട്ടിന് കൊളോൻ ഒന്നുകൂടി പിടിച്ച് മുന്നോട്ട് വലിച്ചിട്ട് അങ്ങ് പിന്നെ വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശിവനിങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ശാലിനി ആണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിലെത്തുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിള്ളയാണെങ്കിൽ ഇവിടെ ഉമ്മറത്ത് നിൽക്കുകയാണ്. അന്നേരം ഇറങ്ങിയിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുമ്പോൾ ശാലിനി കുഞ്ഞ് കയറി വന്നിട്ട് ഇവിടെ സത്യാമ്മയില്ല, ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശാലിനി അകത്തേക്ക് കയറുന്നുണ്ട്. അവിടെ ആ ഒരു സോപാനത്തിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം ഞാൻ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ടാണ് സത്യാമ്മ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത്. കുട്ടികളെ വിട്ടു തരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ രാഘവന്നേരകത്തു നിന്ന് ഇറങ്ങി വരികയാണ്. അതെന്താ വിട്ടുകൊടുക്കാത്ത, അവളുടെ മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടത്തേക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഞാൻ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ ഭാമയുടെ ദേഷ്യമല്ലേ, അവർക്ക് പിന്നെ ഒരാളുടെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവൾ പിന്നെ അങ്ങനെയാണ്, അതൊക്കെ അങ്ങ് മാറും എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട്, അത് അച്ഛാ ഇങ്ങനെ ശരിയും കുട്ടികളില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, എനിക്കിപ്പോൾ അവർ മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, പക്ഷേ ഈ നിങ്ങൾ ഈ ദേഷ്യവും വാശിയും ഒക്കെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പിന്നെ ഇത് വഴക്കൊന്നും കാണിക്കരുത്, നമ്മളാണെങ്കിൽ വഴക്കൊക്കെ കൂടി അതങ്ങ് മറക്കും, പക്ഷേ കുട്ടികളാണെങ്കിൽ മറക്കില്ല, ഓർമ്മിച്ച് വിധിക്കും എന്നൊക്കെ പറയുമ്പോൾ പിള്ളയും അത് ശരിവെക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പറയുകയാണ്, കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ, ഇത് അന്യ വീടൊന്നും അല്ലല്ലോ എന്നിങ്ങനെ രാഘവന്നാർ പറയുമ്പോൾ അത് ഞാനില്ല അവരില്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാ വെച്ചാൽ പിന്നെ പഠിത്തം രണ്ടുപേരും ഉഴപ്പാണ്, ഇരുത്തി പഠിപ്പിച്ചില്ലെങ്കിൽ അവർ പഠിക്കത്തൊന്നുമില്ല, കുട്ടികൾ എന്നോട് വലിയ ദേഷ്യമുള്ളത്, അതിന് കുട്ടികളുടെ ഭാവി എന്തിനാണ് കളയുന്നതെന്ന് പറഞ്ഞിട്ട് രാഘവന്നാരുടെ അടുത്തേക്ക് ഇങ്ങനെ തറയിൽ ചരിഞ്ഞിരിക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ സത്യാമ്മയോടൊന്ന് സംസാരിക്കണം, കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞാൽ മതി, അതിലെന്തിനാ പിന്നെ ദേഷ്യം എന്നോട് ഇരുന്നോട്ടെ, പക്ഷേ അവരുടെ ഭാവി കളയണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് എന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അതിന് മുന്നേ രഘുനന്ദൻ ഇവിടെ നിന്ന് മോൾ അകത്തോട്ട് കയറിയായിട്ട് ഇത് എൻ്റെ വീടാണ്, ആരും ഒന്നും പറയില്ല എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ശല്യോടെ നിൽക്കും, കുട്ടികളെ കൊണ്ടുപോകാന്നുള്ള രീതിക്കാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നില്ലേ ചോദിക്കുകയാണ്. അന്നേരം കഴിച്ച് ജീവൻ നിലനിർത്തിയിട്ട് ഇപ്പം എന്തിനാ സന്തോഷമില്ല, 100 ദിവസം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് 10 ദിവസം സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്, മടുത്തു എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല, എല്ലാം ഒക്കെ ശരിയാവും എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ ഞാൻ കുട്ടികളെ കൊണ്ടുപോകാൻ അവരെ കാണാൻ പോലും പറ്റിയില്ലല്ലോ, അച്ഛൻ സംസാരിച്ചിട്ട് വരും, അറിയിച്ചാൽ മതി, പിന്നെ എന്തായാലും ഞാൻ ഇറങ്ങുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി സങ്കടത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം പിള്ളയും അതിങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ശാലിനി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കുട്ടികളും കൂടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ്. അന്നേരം ശാലിനി 2 കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരം മുത്തൊക്കെ കൊടുക്കുകയാണ്. അന്നേരം പിന്നെ നമുക്ക് പോവാം മക്കളെ ചോദിക്കുമ്പോൾ മക്കൾ വന്നല്ലോ, നമുക്ക് സന്തോഷമായി പോകാമെന്ന് പറഞ്ഞിങ്ങനെ ശാലിനി ഇങ്ങനെ 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ അത് ശാലിനിക്ക് തോന്നുന്ന മാത്രമാണ്, ഇങ്ങനെ മക്കൾ ഓടി വരുന്നു എന്നുള്ളത്. ആ കുട്ടികളെ കാണാത്തതിലും ഇങ്ങനെ ഇവിടെ നിർത്തുന്നതിനുള്ള ഒരു അമ്മയുടെ ഒരു വിഷമമാണ് കാണിക്കുന്നത്. അന്നേരം രാഘവനാർ ഇവിടെയും ചോദിക്കും, എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് ശാലിനിക്ക് അത് മനസ്സിലാവുന്നത്, കുട്ടികളിങ്ങനെ ഓടി വന്നതായിട്ട് ശാലിനിക്ക് വെറുതെ തോന്നിയതാണെന്നുള്ളത്. ശാലിനി ഇങ്ങനെ കൈ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കുകയാണ്, കുട്ടികളെ ചേർത്ത് പിടിക്കുന്നവർ. പെട്ടെന്ന് ശാലിനി അങ്ങ് മാറുന്നുണ്ട്. എന്നിട്ട് ഒന്നുമില്ല ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് സങ്കടത്തോടെ അങ്ങ് പോവുകയാണ്. അന്നേരം ഇവിടെയാണെങ്കിൽ രാഘവനാർ പിള്ളയോട് ചോദിക്കുന്നുണ്ട്, അവർക്ക് കുട്ടികളെ കാണാത്തവരുടെ വിഷമം നന്നായിട്ടുണ്ട്, പിന്നീട് പിള്ളേ തനിക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിള്ള ഒന്ന് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഇല്ല സാറേ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ തനിക്ക് പിന്നെ എന്താ അറിയാമെന്ന് പറഞ്ഞ് പിള്ളയെ വഴക്ക് പറഞ്ഞ് രാഘവനാർ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ രോഹിത്തിനെയും ശ്യാമയും വിളിച്ചിരുന്നു. ഒരു സ്ഥലത്തെ ഒരു ഓഫീസിൻ്റെ ഒരു ഫ്രണ്ട് സ്ഥലത്തേക്ക് കാണിക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മ എന്താ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ രോഹിത്ത് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നു, സത്യാമ്മ അമ്പലത്തിൽ പോയിട്ട് വരികയാണ്, പ്രസാദമൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം പൊന്നിയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ പൊന്നിയും കുട്ടികളെയും വീട്ടിലേക്ക് വിട്ടു, പിന്നെ നിങ്ങളെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ സത്യാമ്മ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ അറിഞ്ഞല്ലോ, പിന്നെ ശാലിനി ആണെങ്കിൽ എന്നെ ചതിച്ചു, ഒപ്പം ശിവനും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് ഇത് കേട്ടിട്ട് അകപ്പാടെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ്, അത് നമ്മൾ കാണുന്നത് പോലെയല്ല സത്യാമ്മ, ആളുകളൊക്കെ ചിലപ്പോൾ മനസ്സിലൊന്നും പ്രവർത്തിക്കുന്നത് വേറെ ഒന്നൊക്കെ ആയിരിക്കും, പിന്നെ ആ ശിവനെ കണ്ടപ്പോഴേ എനിക്കൊരു കള്ളലക്ഷണം തോന്നിയതാണ്, കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നെന്നോ എന്തൊക്കെ കൊണ്ടുപോയി എന്ന് ആർക്കറിയാം, അല്ല പണത്തിൻ്റെ ഇടപാടുകളായിട്ട് ഞാൻ പറഞ്ഞതാണെന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ രോഹിത്തിനെ അന്തം വിട്ട് ശ്യാമയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, നീ ചുമ്മാതെ ഒന്നും പറയാം, ശിവൻ ബ്രോ അങ്ങനെയൊന്നും ചെയ്യില്ല, കണക്ക് കൃത്യമായിട്ട് തന്നെയാണ്, ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നും വന്നതൊന്നുമല്ല, അത് നീ ഓർത്തോളണം
കൊള്ളണം എന്നിങ്ങനെ പറയുമ്പോൾ ദേ കണ്ടില്ലേ സത്യാമ്മ, ശിവനെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾക്ക് പൊള്ളി, ഞാൻ പറഞ്ഞതല്ലെങ്കിലും ആരും മുഖവരേക്ക് എടുക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞത് നിങ്ങൾ അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ബിസിനസ് നോക്കി നടത്താനായിട്ട് ഒരാൾ വേണം, പഴയതുപോലെ രോഹിത്തിന് എൻ്റെ കൂടെ നിൽക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പണിയോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്യാമ സ്വഭാവം മാറുകയാണ്. ശ്യാമ പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോകണം, പിന്നെ ഗവൺമെൻറ് ജോലിയൊന്നും അല്ലല്ലോ, അത് കിട്ടി അത് പോയിട്ട് എന്താണ് കിട്ടുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ, ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലെങ്കിലും കുടുംബത്തിലെ പണിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. രോഹിത് അങ്ങ് അന്തം വിട്ട് വായ്പൊളിച്ച് നിൽക്കുകയാണ്. രോഹിത് മനസ്സിൽ പറയാണ്, ഇവൾ എന്തായാലും കൊള്ളാം, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അല്ല രോഹിത് ഒന്നും പറഞ്ഞില്ല എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ശ്യാമ ഓടിച്ചെന്ന് സത്യഭാമയുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യഭാമ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നമ്മൾ പഴയതുപോലെ രോഹിത് വരും, പിന്നെ പലിശയ്ക്ക് പിരിവിന് പോകാനായിട്ട് എല്ലാത്തിനും വരും, നമ്മൾ അവിടെ വന്ന് താമസം തുടങ്ങുകയും ചെയ്യാം, പഴയ പോലെ എല്ലാം ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയുടെ സംസാര രീതിയൊന്നും സത്യഭാമയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ രോഹിത്തിനോടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് പിന്നെ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ പിന്നെ സത്യയും പപ്പിയും കുട്ടികളെ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് മനസ്സിലെ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ്, അതിന് നിങ്ങൾ അവിടെ വേണം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ സത്യം ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾ വന്നോളാം എന്നൊക്കെ ശ്യാമ പറയുകയാണ്. അന്നേരം രോഹിത്തിൻ്റെ കൈ പിടിച്ചിട്ട് സത്യഭാമ പറയുന്നുണ്ട്, എനിക്കറിയാലോ, എനിക്കിനി വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ, നീ എൻ്റെ കൂടെ നിൽക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ആകപ്പാടെ സന്തോഷമാവുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ മൂത്ത മരുമകൾ പട്ടം എന്നുള്ള സ്ഥാനം എനിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് ആകെ സന്തോഷത്തിൽ ശ്യാമ നിൽക്കുകയാണ്. ഇതേസമയം അവിടെ കളക്ട്രേറ്റിലെ ഒരു പ്രായമായ സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ കളക്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു വരുമ്പോൾ അനുപല്ലവി അകത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ആരെ കാണാനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കളക്ടർ മാഡത്തിനെ ഒന്ന് കാണുമെന്ന് പറയുമ്പോൾ ആരാ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ പേര് ദേവകി എന്നാണെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, എനിക്ക് മാഡത്തെ ഒന്ന് കാണണമെന്നിങ്ങനെ പറയുമ്പോൾ അനുപല്ലവി ശാലിനിയുടെ ക്യാബിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. അന്നേരം ശാലിനി ആരുടെയൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഫോൺ ചെയ്ത ഒരു ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വയ്ക്കുമ്പോഴാണ് അനുപല്ലവി ഇവരെയും കൂട്ടിക്കൊണ്ട് ക്യാബിനകത്തേക്ക് കയറുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. ഇനി അത് ജോൺ അബ്രഹാം വഴി കൊണ്ടുവരുന്ന എന്തെങ്കിലും കുരുക്കാണോ എന്തോ ഇവർ വെച്ച് ഉണ്ടായിട്ട് പിന്നീട് അവിടെ ഇനി ശ്യാമയൊക്കെ അവിടത്തേക്ക് താമസം മാറുന്നതും ഒക്കെയാണ്. അപ്പോൾ കുട്ടികളെ ഇനി ശ്യാമ നന്നായിട്ട് നോക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.